إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും എവിടെ വെച്ചും ഏത് സമയത്തും സദാ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇസ്ലാം എന്നത് ലോകങ്ങളുടെ സൃഷ്ടാവിൻ്റെ മതമാണ്. അതനുസരിച്ച് ജീവിക്കുന്നവരെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. വക്രതയില്ലാത്ത, വളവില്ലാത്ത, ചെരുവില്ലാത്ത, വഞ്ചനകളില്ലാത്ത, കാപട്യമില്ലാത്ത, കക്കലില്ലാത്ത, കളവറിയലില്ലാത്ത, പറ്റിക്കലില്ലാത്ത, തോപ്പിക്കലില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, കള്ളുകുടിയില്ലാത്ത, സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ആദർശ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു ദർശനമാണ്. അതാണ് ഇസ്ലാം. അതനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ എപ്പോഴും തിന്മകളുടെ വാഹകർ, അതിന് പല മുഖങ്ങളും ഭാവങ്ങളുമുണ്ട്. പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളുണ്ട്, പരോക്ഷമായ ശത്രുക്കളുണ്ട്. എപ്പോഴും ഈ ദർശനത്തെ ഭയപ്പാടോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പലിശരഹിതമായ സംവിധാനങ്ങൾ, ഹറാമില്ലാത്ത, തിന്മകളില്ലാത്ത, വക്രതകളില്ലാത്ത, നേർക്കുനേരെയുള്ള ഒരു ആദർശ ദർശനം. ആ ആദർശ ദർശനത്തെ അതിജയിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ഉറ്റാലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ സദാസമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പ്രദേശങ്ങൾ ഉന്മൂലന നാശം വരുത്താൻ വേണ്ടി നോക്കും. ഇതാണ് നമ്മൾ പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മ്യാൻമാറിൽ നമ്മൾ കണ്ടത്, ഭൂട്ടാനിൽ നമ്മൾ കണ്ടത്. ചിലയിടങ്ങളിൽ അതിൻ്റെ ആദർശത്തെ എങ്ങനെയാണ് ഡയലൂട്ട് ചെയ്യുക, എങ്ങനെയാണ് അത് നേർപ്പിക്കുക എന്നതായിരിക്കും വക്രത ബുദ്ധിയുള്ളവർ ഉറ്റാലോചിക്കുക. ഇതൊരു മുസ്ലിമിനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, ആ രൂപത്തിലാണ് മുസ്ലിം ഏറ്റെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും, പ്രവാചകന്മാർക്ക് പോലും കഠിനമായ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ വഹീനാൽ ഇറക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇറക്കപ്പെട്ട പ്രവാചകന്മാർ, അവർക്ക് വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. വലിയ ശത്രുക്കൾ ഉണ്ടായെന്ന് ഖുർആൻ പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യക്തമായ ആദർശത്തിന് വേണ്ടി തന്നെയായിരുന്നു, വിശ്വാസത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദീ ലഹുൽ മുൽക്കു സ്സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ലോകങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതായിരുന്നു അവർ ഇവർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, വിശ്വാസികൾക്കെതിരെ കണ്ട ആരോപണം എന്നാണ്. വമാ തൻകിമു മിന്നാ ഇല്ലാ അൻ ആമന്ന ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅതിനാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ എന്ന് വിശ്വാസികൾ പറഞ്ഞ വാക്കായി പറഞ്ഞിട്ടുണ്ട്.
വിശ്വസിച്ചതിന്റെ പേരിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായി. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ വാക്ക്, ഞങ്ങളെ മുസ്ലിമായി നീ മരിപ്പിക്കണമേ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ എന്നാണ്. നമുക്കറിയാം, വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അല്ലദീ യുഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. പ്രവാചകന്മാർ കൊല ചെയ്യപ്പെട്ടു. യഥാർത്ഥ വിശ്വാസികൾ അനേകം കൊല ചെയ്യപ്പെട്ടു. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹ് വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നന്മ കൽപ്പിക്കുന്ന ആൾക്കാർ, തിന്മ വിരോധിക്കുന്ന ആൾക്കാർ, പ്രവാചകന്മാർ, അവരൊക്കെയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബസാഉ വദർറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി കരീം. അതേ, നിങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാർ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികൾ, അവർക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെ, നിങ്ങൾ ചുമ്മാ ഇസ്തിരിയിട്ട ഡ്രസ്സും കൊണ്ട്, അത്ര പൂശിയ ശരീരം കൊണ്ട്, ഒരു പണിയുമെടുക്കാതെ ചുമ്മാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഒരു പരീക്ഷണങ്ങൾക്കും നിങ്ങൾ വിധേയരാകാതെ ചുമ്മാ അങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ച് കളിയാം എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പ്രയാസങ്ങളും ദുരിതങ്ങളും വേണ്ടുവോളം നിങ്ങൾക്ക് കഴിഞ്ഞ മുൻഗാമികൾക്ക് ബാധിക്കുകയുണ്ടായി. അവരിൽപ്പെട്ട പ്രവാചകനും അവരുടെ സഹായികളും പറഞ്ഞുപോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് അവർക്കുണ്ടാകുക എന്നവർ പറയുമാർ അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാന അസ്സാബിറു ഫീഹി അലദ്ദീനി കൽകാബിലി അലൽ ജംരി. അതായത് ദീനിനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊരു തീക്കട്ട പിടിച്ച പോലെ അനുഭവം ഉണ്ടാകാം. എവിടെ നോക്കിയാലും തിന്മകൾ, എവിടെ നോക്കിയാലും ഒറ്റപ്പെടലുകൾ, എവിടെ നോക്കിയാലും തിന്മകളുടെ കോതാരങ്ങൾ, തിന്മകൾ മുഴുവനും ചുറ്റി വലഞ്ഞ് മുറിക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികൾക്ക് തീക്കട്ട പിടിച്ച പോലെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, സമൂഹത്തിൽ മുഴുവനും തിന്മകളാണ്, മുഴുവനും അനീതികളാണ്, അതിക്രമങ്ങളാണ്, കഞ്ചാവാണ്, മയക്കുമരുന്നുകളാണ്, ആൺപെൺ കൂടിക്കലരുകളാണ്, വ്യഭിചാരങ്ങളാണ്. അങ്ങനെ സമൂഹത്തിൽ വ്യാപകമായ തിന്മകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ തിന്മന്റെ വക്താക്കൾ ഈ നന്മ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അവരെന്താക്കും? അവരിവരെ അതിക്രമിക്കും. അത് മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസ്കാരം എന്തായിരുന്നു? ആണും ആണും പെണ്ണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അനീതികളായിരുന്നു, എങ്ങോട്ടും അതിക്രമങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏർപ്പെടുന്നവർ, ഇങ്ങനെ ഏർപ്പെടാത്തവരെ ആരോപിച്ച ആരോപണം എന്താണ്? വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നകും ഉനാസുൻ യതതഹറൂൻ. അവർ നല്ല ആൾക്കാരാണ്, അവർ വ്യഭിചരിക്കാത്ത ആളാണ്, അത് ആണും ആണുമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാരാണ്, പെണ്ണും പെണ്ണും കൂടിച്ചേരാത്ത ആൾക്കാരാണ്, ബന്ധപ്പെടാത്തവരാണ്. അതുപോലെ തന്നെ കള്ളു കുടിക്കാത്തവരാണ്, മയക്കുമരുന്നിന് വിധേയരാക്കപ്പെടാത്തവരാണ്, മറ്റൊന്നും ചെയ്യാത്തവരാണ്. അവർ നല്ല ആൾക്കാരാണ്. അവർ നമ്മുടെ നാട്ടിൽ പറ്റില്ല. നമ്മുടെ നാട്ടിലോ എല്ലാ തോന്നിയാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്നായിരുന്നു അവരുടെ എടുത്തിരുന്ന തീരുമാനം. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളെ പല രൂപത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയരാക്കാൻ വേണ്ടി ഇത്തരം ആൾക്കാർ പരിശ്രമിക്കും. ചിലപ്പോൾ താലിബാനികൾ എന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ പഴഞ്ചന്മാർ എന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ മത തീവ്രവാദികൾ എന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ മതമൗലികവാദികൾ എന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ മതവിഷജീവികൾ, മതഭ്രാന്തർ, അതുപോലെ തന്നെ സുഡാപ്പികൾ, അതുപോലെ തന്നെ മതറിപ്പളിപ്പിക്ക്, കുടുംബീകരർ, സ്ത്രീ വിരോധികൾ, പുരോഗമന വിരുദ്ധർ, 6ാം നൂറ്റാണ്ടുകാർ, സ്വാതന്ത്ര്യ നിഷേധികൾ, ഇങ്ങനെ പലതും വിളിച്ചേക്കാം. ഈ വിളി ആര് കേട്ടിട്ടുണ്ട്? യഥാർത്ഥ മതത്തിന്റെ വക്താക്കൾ കേട്ടിട്ടുണ്ട്. ഇന്നല്ല, പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ ഫതറബ്ബസു ബിഹി ഹത്താ ഹീൻ. ഇവൻ ഭ്രാന്ത് പിടിച്ച്, ഇവനൊരു ജിന്നാണ്,
ഇവനൊരു ജിന്നാണ്. ഭ്രാന്ത് എന്നർത്ഥത്തിൽ ഒന്ന് പറയാൻ, ഇത് ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യൻ മാത്രമാണ്. അതിനാൽ കുറച്ചു കാലം വരെ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുകയും എന്ന് പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലും അവർ ആക്ഷേപിച്ചു. കവിയാണ്, അതുപോലെ തന്നെ ജ്യോത്സ്യനാണ്, വമാ ഹുവ ബിഖൗലി ശായിർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ എന്നൊക്കെ പല രൂപത്തിലും ആരോപിച്ചു. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ നടന്നു പോകുമ്പോൾ പോലും അവർ പരിഹസിക്കാറുണ്ടായിരുന്നു, കണ്ണ് കട്ട് നോക്കാറുണ്ടായിരുന്നു, എളുപ്പരായി ചിരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലതുബുൽവന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ ആരാധകന്മാരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ, ചീത്തവാക്കുകൾ, അസഭ്യവർഷങ്ങൾ അത് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നതാണ്, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഷയം, എന്ത് വിഷയം നമ്മുടെ നാട്ടിൽ പൊന്തി വന്നാലും അല്ലെങ്കിൽ ഉയർന്നു വന്നാലും, മുസ്ലിങ്ങൾക്കെതിരെ അടിക്കടി ഉണ്ടാകുന്ന പല വിഷയങ്ങളും വളർന്നു വന്നാലും അല്ലെങ്കിൽ അതിന് പ്രചാരം നേടിയാലും മുസ്ലിങ്ങളുടെ വക്താക്കളായി ചമയുന്ന ചില ആൾക്കാരുണ്ട്. അവർ കേവലം അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് ഇസ്ലാമിൽ പ്രവേശിച്ചവരായിരിക്കില്ല. കേവലം മുസ്ലിം മാതാപിതാക്കൾ ജനിച്ചുകൊണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരിക്കും. മുസ്ലിം നാമമുണ്ടാകും പേരിൽ. ഏത് വിഷയം വന്നോട്ടെ, മുസ്ലിങ്ങളിൽ കൊടുക്കുന്ന സ്ത്രീകളുടെ ഒരു പർദാ വിഷയം വന്നു, മുസ്ലിം ആൺകുട്ടികൾ ചെയ്യുന്ന ഒരു സുന്നത്തിന്റെ വിഷയം വന്നു, ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നു, എന്ത് വിഷയം വന്നാലും മുസ്ലിം നാമധാരികളായ ആൾക്കാർ വന്നിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ശരാശരി നിലപാടിനെ എതിർക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാർ, ഈ എതിർപ്പ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാണെന്നറിയോ? ഞാനും നിങ്ങളുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ സമയം രണ്ട് വിരുദ്ധ ശക്തികളുണ്ടായിരുന്നു. ഇസ്ലാമിനെതിരിൽ വെല്ലുവിളികൾ നടത്തിയ, ഏത് സമയത്തും പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്ന രീതിയിൽ നിന്ന രണ്ട് കൊടും വിരുദ്ധ ശക്തികൾ. ഒന്ന് ഒരു കുഫാറുകളാണ്, രണ്ട് മുനാഫിക്കുകളാണ്. ഇത് പഠിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ശക്തികൾക്ക് നേരെ നിലകൊണ്ടു എന്ന് ചോദിച്ചാൽ, ഇത് ഖിയാമത്ത് നാൾ വരെ യഥാർത്ഥ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന വിഷയമാണ് എന്ന് പഠിപ്പിക്കാനായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത്തരം രണ്ട് വിരുദ്ധ ശത്രുക്കളുടെ സംശയങ്ങൾ, ശക്തികൾ അത് വിശ്വാസികൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, അബൂ ലഹബും അബൂ ജഹലും അവരുടെ പേരുകൾ കൊണ്ട് സ്വയം വെളിപ്പെടുത്തും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കും, അവരുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യുമാറും അബ്ദുല്ലാഹി ഇബ്നു കഅബുമാരിയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധ്യമല്ല. ഒരു സന്നിഗ്ധ ഘട്ടത്തിലായിരിക്കും അവർ നമ്മുടെ ശത്രുക്കളായി മാറുന്നുണ്ടാകുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹൻ നബി, ഈ പ്രവാചകരെ, ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ, കുഫാറുകൾക്കെതിരെയും മുനാഫിക്കൾക്കെതിരെയും നിങ്ങൾ പോരാടണം. വഗലു അലൈഹി, അവർക്കെതിരെ പരുഷമായി നിൽക്കണം. അവരുടെ സങ്കേതം നരകമാണ്. അത് അവർക്ക് എത്തിച്ചെല്ലേണ്ട സ്വഭാവമാണ്, രീതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്വഭാവമായി ഖുർആൻ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് പല രീതിയിലും. അതിലൊന്നാണ് മുദബ്ബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലാഇ വലാ ഇലാഹ ഹൗലാ വമൻ യുദ്ലില്ലാഹു ഫലൻ തജിദ ലഹു സബീല എന്ന്. ഈ കക്ഷിയിലോ ആ കക്ഷിയിലോ ചേരാതെ അതിനിടയിൽ ആടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. നിങ്ങളെ ഭാഗത്ത് പോയാൽ പറയും നമ്മൾ നിങ്ങളെപ്പടിയാണെന്ന് പറയും, ഇപ്പുറം വന്നാൽ പറയും നമ്മൾ നിങ്ങളെ കൂടെയാണെന്ന് പറയും, നമ്മളോ നമ്മൾ ആകെയുള്ള മാന്യന്മാരാണ് എന്ന രീതി കൊള്ളുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യുരീദൂനായി യഅ്മനുക്കും വയഅ്മനു ഖൗമഹും, അവർ നിങ്ങളിൽ നിന്നും അവരുടെ ജനതകളിൽ നിന്നും സുരക്ഷിതരാകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നമ്മൾ കുഴപ്പത്തിനൊന്നുമില്ല എന്ന് പറയും. സമ്മാഊന ലിൽ കദിബി സമ്മാഊന ലിഖൗമിൽ ആഖരീന ലം യഅതൂക, നുണയ്ക്ക് വേണ്ടി ചെവി കൊടുക്കുന്ന ആൾക്കാർ, നിന്റെ അടുത്ത് വരാത്ത മറ്റാർക്കോ വേണ്ടി കേൾക്കുന്ന ആൾക്കാർ,
ഇരട്ട മുഖക്കാർ, ഇങ്ങനെയൊക്കെ ഖുർആൻ പല രൂപത്തിലും അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നത് പഠിക്കാൻ വേണ്ടി കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ബശിരിൽ മുനാഫിഖീന ബിഅന്ന ലക്കും അദാബൻ അലീമ, കപടന്മാർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. അല്ലദീന യത്തഖിദുനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് പുറമെ അവർ അവിശ്വാസികളെ മിത്രങ്ങളായി സ്വീകരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് പുറമെ അവിശ്വാസികളെ അവർ മിത്രങ്ങളായി സ്വീകരിക്കുന്നു. അവരിൽ നിന്ന് വല്ലതും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണോ? സ്ഥാനമാനങ്ങൾ, നേട്ടങ്ങൾ, മറ്റെന്തെങ്കിലും അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇങ്ങനെയുള്ളവരെയും നാം കാലത്തിന്റെ അനുസൃതമായി ചലിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, സമൂഹത്തിൽ തിന്മകൾ പെരുകുകയാണ്. ഇന്ന് തിന്മകൾ ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് തിന്മകളെ സാമാന്യവൽക്കരിക്കുകയും അതിനെ നിയമസാധുതയും വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയുണ്ട്. തിന്മകൾ പെരുകുമ്പോൾ തിന്മകളെ സാമാന്യവൽക്കരിക്കുക, അതിനെ നിയമസാധുത വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ സമൂഹം അസഭ്യവും തോന്നിവാസവുമായി കണ്ടിരുന്ന കാര്യങ്ങൾ പലതിനെയും നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഭരണകൂടത്തിൽ നിന്ന് പോലും നാം കാണുന്നത്. അതുപോലെയാണ് ഇത്തരം പ്രവർത്തികളുടെ വ്യക്തമായ രൂപമായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കരിക്കുലം മാറ്റത്തിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ളത് ഒളിച്ചു കടത്താനുള്ള ശ്രമമുണ്ടായി. അന്ന് മുസ്ലിം സമൂഹം ഒന്നടക്കം എതിർത്തുകൊണ്ട്, അല്ല മറ്റുള്ളവരൊക്കെ എതിർത്തുകൊണ്ട് അത് തൽക്കാലം മാറ്റിവെച്ചിട്ടുള്ള പരിഗണിതമായ പരിസമാപ്തിയാണ് നാം കണ്ടത്. ഇപ്പൊ സ്കൂൾ പാഠഭാഗങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഇടപെടലുകളിൽ പോലും ആൺ പെൺ വിവേചനം ഒഴിവാക്കി ന്യൂട്രാലിറ്റി കൊണ്ടുവരണം എന്നാണ് ഇതിന്റെ ആകെ തുകയുണ്ടായിരുന്നു. ഇപ്പോ സമൂഹത്തിൽ ലഹരി മുക്തമാക്കാൻ വേണ്ടി സമൂഹത്തിലെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ എന്ന രീതിയിലാണ് സൂംബ ഡാൻസ് പോലെയുള്ള ഒരു ഡാൻസ് അത് കുട്ടികളിലേക്ക് ആവിഷ്കരിച്ച് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാനുള്ള ശ്രമം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. യഥാർത്ഥ സഹോദരന്മാരെ, നമുക്കറിയാം, ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. യൂറോപ്യൻ നാടുകളിലൊക്കെ മാതാവില്ല, പിതാവില്ല, ആ രൂപത്തിൽ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ, അതുപോലെ ഗർഭഛിദ്രം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ ആധിക്യം വളർന്നുകൊണ്ട് അത്തരം ഗവൺമെന്റുകൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടി അവിടുത്തെ ജനങ്ങളിലേക്ക് വലിയ പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയിൽ ആദ്യം ഒരു കുട്ടി മതി എന്നുള്ള കർശന നിയമമായിരുന്നു. ഇപ്പൊ 2 കുട്ടികൾ പ്രസവിക്കുന്നവർക്ക് വലിയ വാഗ്ദാനമാണ് അവിടുത്തെ ഗവൺമെന്റുകൾ നൽകുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ഭാരതീയർ, കേരളക്കാരൊക്കെ ഒരു പരിധി വരെ കുടുംബപരമായ സംവിധാനങ്ങളെ ഇന്ന് വരെ സൂക്ഷിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളെ തകർക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ? ഇവിടെയുള്ള മതദർശനങ്ങളെ ദാർശനികമായി തകർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇരുളിന്റെ ശക്തികൾ ഈ മതദർശനങ്ങളെ എങ്ങനെയൊക്കെ പൊളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികൾ സദാ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു ആൺ പെണ്ണും തമ്മിൽ കൂടിക്കലർന്നാൽ ഈ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? ആകാശം ഇടിഞ്ഞു വീഴുമോ? അങ്ങനെ ഒന്നിച്ച് ആടിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നൊക്കെയുള്ള പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നവർ പോലും അവരുടെ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ, അവരുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും സാമൂഹികമായി ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലർന്നാൽ, ഒന്നിച്ച് ആടിയാൽ, പാട്ടുപാടിയാൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ? ആണും പെണ്ണിനും എന്തിന് സെപ്പറേറ്റ് ഹോസ്റ്റലുകൾ, എന്തിന് പ്രത്യേക വിദ്യാലയങ്ങൾ, എന്തിന് പ്രത്യേക സ്കൂളുകൾ, എന്തിന് പ്രത്യേക ബസ്സിൽ പ്രത്യേക സീറ്റുകൾ, ട്രെയിനിൽ എന്തിന് പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവസാനമായ പരിണിതമായ ഫലമുണ്ടാകുക ഇവിടെ തികച്ചും കുടുംബപരമായുള്ള ശൈഥില്യമായിരിക്കും. അപ്പം മതത്തിന്റെ വക്താക്കളെ ഒരു പരിധി വരെ ഉന്മൂലനം ചെയ്യുകയും മതനിരാസം വളർത്തിയെടുക്കാൻ ചെയ്യുമെന്ന ചില അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ ശങ്കിക്കേണ്ടതുണ്ട്. ഒന്ന് മാത്രമല്ല, മറ്റൊന്ന്, ഒരു മതം, ആ മതത്തിന് ചില ദർശനമുണ്ട്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ആകുമ്പോൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിളിച്ചിട്ട് പോലും പറഞ്ഞത്, യാ അയ്യുഹൻ നബി കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിം. അതെ, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളോട്, സ്ത്രീകളോട്, നിങ്ങളുടെ ഭാര്യമാരോട്, സത്യവിശ്വാസികളോട് പറയേണ്ടത് മുഖമൂടി നിങ്ങൾ മറക്കണം എന്ന് പറഞ്ഞ കൃത്യമായ വസ്ത്രധാരണ
നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വസ്ത്രധാരണം പഠിപ്പിക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ നോട്ടങ്ങൾ പോലും എങ്ങനെ ആകണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വക്കുല്ലിൽ മുഅ്മിനാത്തി യഖ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനത്തുഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അതേ സത്യവിശ്വാസിനികളോട് പറയണം അവരുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി. വിശ്വാസിനികളോട് മാത്രമല്ല, വിശ്വാസികളോടും പറയാൻ വേണ്ടി പറഞ്ഞു. യുകുല്ലിൽ മുഅ്മിനീന യഖ്ളൂ മിൻ അബ്സാരിഹിം. പുരുഷന്മാരോട്, വിശ്വാസികളോട് പറയണം നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടിയിട്ട്. എന്തിനാണ് കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി പറഞ്ഞത്? എന്തുകൊണ്ടാണ് മാന്യമായ വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞത്? നമുക്കറിയാം, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും പുരുഷന്റെ കാമാസക്തിയോടുള്ള നോട്ടങ്ങളും തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ വ്യഭിചാരവും പീഡനങ്ങളും വർദ്ധിക്കാനുള്ള കാരണം. ഓഫീസിൽ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടാവും, അവളുടെ ടൈറ്റ് ജീൻസ് ആയിരിക്കും, അവൾ ടൈറ്റ് ടീഷർട്ട് ധരിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു പുരുഷൻ ജോലി ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായും എല്ലാ ദിവസവും കാണുന്ന അയാൾക്ക് നിയന്ത്രിച്ചൂടെ എന്ന ചോദ്യം ചിലപ്പോൾ ഭൗതികവാദികൾ ചോദിച്ചേക്കാം. പക്ഷേ അയാൾ അറിയാതെ അയാളുടെ മനസ്സിൽ അത്തരം ഒരു ആസക്തി വളർന്നു വരും. അതൊരു പുരുഷന്റെ ജനിതകമായ ഘടനയാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മനുഷ്യനും ഒരു മരുന്നിന് സാധ്യമല്ല. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു ആകർഷണീയത അയാളിൽ ഉണ്ടാകും. തനിച്ചാകുമ്പോൾ ചിലപ്പോൾ അവളെ കയറി പിടിക്കും. ഈ കാര്യം പിടിക്കപ്പെട്ടതിൽ ആരാണ് കുറ്റക്കാരൻ എന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും കുറ്റമുണ്ട്. പക്ഷെ ആ കുറ്റത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ച് അവിടെ വന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പുരുഷന്റെ ആസ്വാദനത്തിനുള്ള കേവലം ചരക്കായി മാത്രമാണ് ഇന്ന് വിപണി സ്ത്രീകളെ കാണുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പുരുഷന്റെ ഒരു ആസ്വാദനത്തിലുള്ള ചരക്ക്, ഇത് ഏത് ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിലും ഇന്ന് നഗ്നത വെളിവാക്കുന്ന സ്ത്രീകളാണ്. സെലിബ്രിറ്റികൾ നഗ്നത വെളിവാക്കി നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് പുരുഷനെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ കുറെ നോക്കുന്ന പുരുഷന്മാരുണ്ടായാൽ അത് അവർക്ക് അറിയാതെ രീതിയിലുള്ള ഒരു ആസ്വാദനം വരുന്നുണ്ട്. ഈ ലജ്ജയില്ലായ്മയിലേക്ക് നമ്മുടെ മക്കളെയും എത്തിക്കൂ എന്ന ലക്ഷ്യത്തിന്റെ തുടക്കമാണ് ഇത്തരം ചിന്തയുള്ളവർ സ്കൂൾ പാഠ്യപദ്ധതിയിലൂടെയും അല്ലാത്ത രീതിയിലേക്കും സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ഘടനാത്മകമായ ചിന്ത വിശ്വാസികൾ എന്ന രീതിയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ പറയും നിർബന്ധിച്ചിട്ട് ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരുത്തില്ല, നിർബന്ധിച്ചിട്ട് നമ്മൾ ആരെയും സൂംബ ഡാൻസ് പോലത്തെ കളിപ്പിക്കില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും സ്വാഭാവികമായും സമൂഹം എത്തിപ്പെടുക എല്ലാവരും കളിക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ വേണ്ടി പാടുന്നതല്ല. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതാരും പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്ലുവന്ന റജുലുൻ ബി ഇംറത്തിൻ ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ എന്ന് പറഞ്ഞ ഒരു പുരുഷനും പെണ്ണും ഒന്നിച്ചാകരുത് അവിടെ മൂന്നാമനായി ശൈത്താൻ വരാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാണും മറ്റൊരു പെണ്ണുമായി ഒറ്റക്കാകുന്നില്ല, മൂന്നാമതായി അവിടെ പിശാച് ഉണ്ടായിട്ടല്ലാതെ. മൊബൈൽ ഫോണിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലെ ചാറ്റിലായാലും നേരിട്ടായാലും ആണും പെണ്ണും ഒറ്റക്കാകൽ എന്താണത് പ്രശ്നം തന്നെയാണ്. അപ്പൊ മാർഗം എന്തായാലും അവർ മാത്രമാകുമ്പോൾ മൂന്നാമനായി അവിടെ പിശാച് ഉണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിനാൽ തന്നെ അത്തരം അവസരങ്ങളിൽ അവർ തമ്മിലുള്ള സംസാരം പലപ്പോഴും അശ്ലീലതകളും വ്യഭിചാരത്തിലേക്കും നയിക്കുന്നതുമായി തീരും എന്നുള്ളത് സ്വാഭാവികമായി നമുക്കറിയുന്ന സംഗതിയാണ്. ഇതൊക്കെ വ്യഭിചാരത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഖുർആൻ വലാ തഖ്റബുസ് സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല എന്ന് പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരത്തേക്കുള്ള അടുക്കരുത്. വ്യഭിചരിക്കരുതെന്നല്ല, അത് വേറെ വിഷയം. വ്യഭിചാരത്തേക്കുള്ള അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികൾ മുഴുവനും കൊട്ടിയടക്കണം. വ്യഭിചരിക്കരുത്, അത് വേറെ വിഷയം. അതിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അത് പരിപൂർണമായി കൊട്ടിയടക്കാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഏതുവരെ നമ്മളോട് പുരുഷന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇയ്യാകും വദുഖൂലൽ നിസാ, നിങ്ങൾ സ്ത്രീകൾക്കിടയിൽ പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം. ചില കല്യാണ വീടുകളിലൊക്കെ വന്നാൽ കാണാം ചില ആണുങ്ങൾ അടുക്കളയിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. അതൊരു തരം മനോവൈകൃതമാണ്. അതുകൊണ്ട് സ്ത്രീകൾ എവിടെയാണുള്ളത്, ബസ്സിലൊക്കെ പോയാൽ അവിടെയായിരിക്കും ചില പുരുഷന്മാരുണ്ടാകുക. സ്ത്രീകൾ എവിടെയാണ് ഒരു അങ്ങാടിയിൽ ഉണ്ടാകുക, ആ അങ്ങാടിയിൽ ഇങ്ങനെ പിറകി കളിക്കുന്ന പുരുഷന്മാരെ കാണാൻ വേണ്ടി സാധിക്കും. ഇസ്ലാം ഇതിനൊക്കെ
ഇതൊക്കെ നിരോധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്കിടയിൽ പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അഫറൈത്തുൽ ഹമു, അതെ ഹമുവിനെ താങ്കൾ കാണുന്നില്ലേ? ഹമു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അനുജന്, ജ്യേഷ്ഠന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമുൽ മൗത്ത്, അതെ ഭർത്താവിന്റെ സഹോദരങ്ങളാണെങ്കിൽ അത് മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അടുപ്പമുള്ളവരുമായി ഇടപഴകുന്നത് പോലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായിട്ട് വിലക്കിയിട്ടുണ്ടെങ്കിൽ ആരോടും സ്വാതന്ത്ര്യത്തോടെ ഇടപെടാം എന്നുള്ളൊരു ആദർശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദർശനം അത് നമ്മളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ നമ്മൾ കർശനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമുക്ക് കാണാം അടുത്ത കാലങ്ങളിൽ വീടുകളിൽ നടന്ന പീഡന സംഭവങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ ആപ്പയായിരിക്കും, ചിലപ്പോൾ മൂത്താപ്പയായിരിക്കും, ചിലപ്പോൾ കാർണോറായിരിക്കും, ചിലപ്പോൾ വേറെ പെങ്ങളുടെ മറ്റു സഹോദരനായിരിക്കും. ആരെയാണ് പീഡിപ്പിക്കുന്നത്? ചെറിയ പിഞ്ചു കുട്ടികളെ. ഈ പിഞ്ചു കുട്ടികളിൽ നടന്ന പീഡനങ്ങൾ, ലൈംഗികമായ വൈകൃതങ്ങൾ പഠന വിധേയമാക്കിയപ്പോൾ പഠന റിപ്പോർട്ടുകൾ അധികവും പറയുന്നത് അവരെ പീഡിപ്പിച്ചവരൊക്കെയും അടുത്ത ബന്ധുക്കളായിരുന്നു എന്നാണ്. അപ്പൊ ഇസ്ലാം വളരെ കൃത്യമായ അതിനും വേർതിരിവുണ്ടാക്കി. വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. എന്തിനേറെ യാത്രാവേളകളിൽ പോലും അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കാകരുന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ്. ഒരാൾ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, ഒറ്റക്കാകാൻ പാടില്ല. ലാ യഹില്ലു ലി ഇംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ മസീറത യൗമിൻ വലൈല ലൈസ മഹാ ഹുർമത്തുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ഒരു രാപ്പകൽ ദൂരം മഹറമില്ലാതെ ഒരു പുരുഷനോടൊപ്പം അല്ലാതെ മഹറമില്ലാത്ത ഒരു പുരുഷനോടൊപ്പം അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം കാരണന്മാരോ സ്വന്തം ഉമ്മാന്റെ ആങ്ങളമാരോ ഭർത്താക്കന്മാരോ പിതാവോ ഇല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് മഹറമില്ലാത്ത പുരുഷനോടൊപ്പം സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന അപകടമാണ്. ചില സ്ത്രീകളെ ഉംറക്കയക്കും, ആരപ്പുര ഉസ്താദിന്റെ പിറം ഹജ്ജിനയക്കും, ആരാ കൂടെ ഉള്ളത്? അത് ഉസ്താദിന്റെ പള്ളിയിൽ ഉസ്താദിന്റെ 10 കൊല്ലമായിട്ട് നമ്മുടെ പള്ളിയിലെ ഖത്തീബാണെന്ന് പറയും. തിരിച്ചു വന്നപ്പോ ചിലപ്പോൾ ആ ഉസ്താദിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഈ അറിയപ്പെടുന്ന സ്ത്രീകൾ ഒളിച്ചോടി പോയിട്ടുണ്ടാകുക. അങ്ങനെയൊക്കെ കഥകളുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, സ്ത്രീയുടെ സംരക്ഷണത്തിന് വളരെ കൃത്യമായ അവബോധനം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. നിസ്കാര വേളയിൽ പോലും, ആരാധന വേളയിൽ പോലും ഇത് കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ സഫുകളിൽ പുരുഷന്മാരിൽ ആദ്യത്തെ സഫാണ് ഏറ്റവും നല്ല സഫ്, സ്ത്രീകളിൽ സഫുകളിൽ ഏറ്റവും പിന്നത്തെ സഫാണ് ഏറ്റവും നല്ല സഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ദർശനമായ വാക്താക്കളായ നാം സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ, അതുപോലെ അപകടത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെതിരെയുള്ള നിലപാട് വെച്ച് പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ സാദൃശ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അങ്ങേയറ്റത്തെ നിഷിദ്ധമായ സംഗതിയാണ്. നമ്മളതിൻ്റെ ഗൗരവം കണക്കാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ പൊമ്മക്കൾ ജീൻസ് പാൻറ് ഇട്ടിട്ട് ടൈറ്റ് ടീഷർട്ട് ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് പുരുഷനോട് സാദൃശ്യപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ മതം കർശനമായി അത് വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അത് നിരോധിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജു യൽബസു ലിബസത്തൽ മർഅതി വൽ മർഅത തൽബസു ലിബസത്തർ റജുൽ. ഒരാൾ പുരുഷന്റെ ഡ്രസ്സ് ധരിക്കാം, പുരുഷന് സ്ത്രീയുടെ ഡ്രസ്സ് ധരിക്കാം. അവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നതാണ്. സലാസത്തുല്ലാ എന്നുള്ള അല്ലാഹുവിന്റെ നോട്ടം 3 കൂട്ടർക്ക് ഉണ്ടാവില്ല ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞത് വൽ മർഅതു വൽ മുതറജ്ജിലതു എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോട് സാദൃശ്യരായി ആൺകോളം കെട്ടുന്ന സ്ത്രീകളെന്ന്.
പുരുഷരോട് സാദൃശ്യരായി ആൺകോലം കിട്ടുന്ന സ്ത്രീകൾ, അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നിരോധിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നഗ്നതാ പ്രശ്നം നരകാർഹമാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സിൻഫാനി മിൻ അഹ്ലിൻ നാർ, 2 വിഭാഗം ആൾക്കാർ നരകവാസികളാണ്. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചു എന്നാൽ നഗ്നതയെടുത്ത് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ചായ്പിക്കുന്ന, മറ്റുള്ളവരിലേക്ക് ചായുന്ന സ്ത്രീകൾ. ഒരാൾ നല്ല ടീൻസ് ടൈറ്റ് ഡ്രസ് ഇട്ട് ഒരു പെൺകുട്ടികളൊക്കെ വരുമ്പോൾ നമ്മളെ കാണണമെന്ന് വിചാരിച്ചു, ഒരു യുവാവ്. അതുപോലെ ഒരു പെൺകുട്ടി എന്നെ മറ്റുള്ളവരെ ആകർഷിക്കണം എന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ചു. അവരൊക്കെയും നരകവാസികളാണ് എന്ന് പ്രവാചക സംഗതിയാണ്. ആ സംവിധാനത്തിലേക്ക് പോകുന്ന സ്കൂളുകൾ നമ്മുടെ കുട്ടികളെ പ്രാക്ടിക്കൽ ചെയ്യുകയാണ്. അതിന് പറയുന്ന പേരൊന്നും ലഹരി മുക്തമാക്കണമെന്ന. സഹോദരന്മാരെ, അമിതമായി പാട്ട് പാടുക, ആനന്ദമായി നൃത്തം കളിക്കുക, അവർക്കൊക്കെ ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി, ഊർജം ഉണ്ടാക്കാൻ വേണ്ടി അവർ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് മയക്കുമരുന്നുകൾ, കഞ്ചാവ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അടുത്ത കാലത്ത് കേരളക്കരയിൽ ഒരു കഞ്ചാവ് വേട്ടയുമായി പിടികൂടിയപ്പെട്ടപ്പോൾ ഒരു നല്ലൊരു പാട്ടുകാരൻ, റോക്ക് സംഗീതം നന്നായിട്ട് പാടുന്ന ഒരു യുവാവിനെ പിടികൂടിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അല്പം കഞ്ചാവായി. എന്താണ് കാരണം? ഇങ്ങനെ ഉന്മേഷമായി പാട്ട് പാടണമെങ്കിൽ എന്ത് വേണം? അല്പം കഞ്ചാവോ ലഹരിയോ വേണം. അപ്പം അത്ര പാട്ട് പാടുന്നവരിൽ, അത്ര മാർത്തട്ടഹസിച്ച് തുള്ളുന്നവരിൽ അവർക്ക് ഊർജം ത്രസിപ്പിക്കണമെങ്കിൽ, അവരുടെ ഊർജം അത് പുറത്തേക്ക് ഇങ്ങനെ വിഘടിക്കണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേഖലയാണ് കഞ്ചാവും മയക്കുമരുന്നും മറ്റുള്ള പാനീയങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ കുട്ടികളിൽ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അത്ര തുള്ളൽ പരിശീലനം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്ത് കൊറോണ വന്നപ്പോ വിളക്ക് കത്തിച്ചിട്ട് പാട്ട് പാടിയിട്ട് ഊതാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും, കൊറോണ വൈറസിനെ ആട്ടിയൊടിക്കാൻ വേണ്ടി. എന്നതിനേക്കാൾ അപകടമാണ് മയക്കുമരുന്നുകളിലേക്കും ലഹരിയിലേക്കും പോകാൻ വേണ്ടി സാധ്യതയുള്ള, സ്ട്രെസ്സിലേക്ക് പോകാൻ വേണ്ടി സാധ്യതയുള്ള നമ്മുടെ കുട്ടികളെ ഇത്തരം ഡാൻസുകളും പാട്ട് പാടി സംഗീതാത്മകമായി പാടിക്കുക എന്നത്. കാരണം അവർ അതിലാണ് പിന്നീട് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവമായി ഏറ്റെടുക്കണമെന്നാണ് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, പ്രത്യേകിച്ചിട്ട് മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത്. സഹോദരന്മാരെ, മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൃത്യമായി നൽകുക എന്നതാണ്. ധാർമ്മികമായ വിദ്യാഭ്യാസം വീടുകളിൽ വെച്ച് രക്ഷിതാക്കളായ നാം നമ്മളെ കുട്ടികൾക്ക് നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുറു ഔലാദുക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബീ സിനീൻ, 7 വർഷമാകുമ്പോൾ കുട്ടികളെ നിസ്കാരം കൊണ്ട് പഠിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞതറിയോ? ഫഫർരിഖു ബൈനകും ഫിൽ മദാജി, അവരെ നിങ്ങൾ വിരിപ്പിൽ അവരെ മാറ്റിക്കിടത്തണം. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒന്നിച്ച് കിടത്തരുത്, മാറ്റിക്കിടത്തണം എന്നാണ്. 7 വയസ്സിൽ നിസ്കാരം പഠിപ്പിക്കണം, 10 വയസ്സാൽ അവരെ തല്ലണം. എന്നിട്ട് പറയണം വിരിപ്പിൽ അവരെ മാറ്റിക്കിടത്തണം. അപ്പൊ ഈ ഒരു വ്യതിരിക്തമായ ആദർശം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട അതിന്റെ വാക്താക്കളാണ് നമ്മൾ. അതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്ത് തിന്മകളെയും എതിർക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടായിരിക്കണം. അത് വിശ്വാസികളുടെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ട് ബനൂ ഇസ്രായേലിനെ പറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അവർ തിന്മകളെ വിരോധിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. തിന്മകൾ ഒരു കാലത്ത് സ്ത്രീധന സമ്പ്രദായത്തെ ഇവിടുത്തെ പുരോഗമനാത്മകമായ സെലഫുകളായ പണ്ഡിതന്മാർ എതിർത്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധന സമ്പ്രദായം അന്യം നിൽക്കാനുണ്ടായ കാരണം. നമ്മുടെ പൊമ്പ് കുട്ടികൾക്ക് വിലപേശി അമ്മോഷങ്ക നാണം കെട്ട് തല താഴ്ത്തി ചെറുക്കന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വരിക. കല്യാണം കഴിച്ചാലും വീണ്ടും കുത്തുവാക്കുകളും ആവശ്യങ്ങളുടെ മേൽ ആവശ്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം 10-15 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്ന് ഉൽപ്പത്തിഷ്ണുകളായ നമ്മുടെ പണ്ഡിതന്മാർ അതിന് ശക്തിയുക്തം എതിർത്തതിന്റെ ഫലമാണ് സമൂഹത്തിൽ നിന്ന് ഇത്തരം തിന്മകൾ പോകാനുണ്ടായ കാരണം. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകളെ എതിർക്കുക എന്നത് അത് വിശ്വാസികളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ പെട്ട വക്താക്കളാണ് ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അതിലൊരു നിലപാട് വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരായി തീരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും പഠനങ്ങളും നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ സൗഭാഗ്യം സഹായവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട്, കൽപ്പനകളോട്, ചര്യകളോട് പ്രത്യേകമായ സ്നേഹവും മമതയും കാണിക്കുക. എന്തൊക്കെ വിധത്തുകളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, എന്തൊക്കെ പുതിയ സമ്പ്രദായങ്ങളുണ്ടോ അതിനൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷി മാത്രം ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ,
അല്ലാഹുവേ സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വേദന സംഹാരി മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന ഒരു ജീവിതത്തിൻ്റെ ഗതി, അങ്ങനെയുള്ള എല്ലാ